തെലങ്കാനയിൽ BRSന് വീണ്ടും തിരിച്ചടി. 6 MLA മാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. നേരത്തെ BRSന്റെ 5 MLA മാർ കോൺഗ്രസിൽ ചേർന്നിരുന്നു. അരുൺ ഭൂപറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേർന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഇവരെ മോഹിപ്പിച്ചത്? ഇവർ കയറി കഴിഞ്ഞോ അടുത്ത താവളത്തിലേക്ക്? SKN, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെലങ്കാനയിൽ നമ്മൾ പരിശോധിച്ചാൽ 5 MLA മാരാണ് അതായത് BRS വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രാദേശിക തലത്തിലുള്ള വിവിധ നേതാക്കൾ ഈ BRS വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഈ കൂടുമാറ്റം നടത്തുന്ന സാഹചര്യം തെലങ്കാനയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ ദയനീയമായിരുന്നു BRSന്റെ തെലങ്കാനയിലെ പ്രകടനം. അവർ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 41% വോട്ടും 9 സീറ്റുകളും നേടിയെങ്കിൽ ഇത്തവണ അത് 16% വോട്ട് കുറയുകയും ഒരു സീറ്റ് പോലും അവർക്ക് സംസ്ഥാനത്ത് നേടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കാര്യമായി തന്നെ BRSന് അടിത്തട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ ഇപ്പോൾ 5 MLC മാരാണ് ഇപ്പോൾ BRS വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് 11 മണിക്ക് ശേഷമാണ് ഈ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ വസതിയിൽ ഈ MLC മാർ എത്തി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരെ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും കനത്ത തിരിച്ചടിയാണ് തുടർച്ചയായി ഇത്തരത്തിൽ നേരിടുന്നത്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തുടർച്ചയായി നേതാക്കൾ ഇങ്ങനെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ MLA മാർ ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ അവർ BRS വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇവരെ സ്വീകരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും BRSന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതാക്കളുടെ പ്രതികരണമൊന്നും ഇതിൽ പുറത്തു വന്നിട്ടുമില്ല. അരുൺ ഭൂപറമ്പയാണ് വിവരങ്ങളുമായി ചേർന്നത്.